അലക്സ് തുടരുക. ഇപ്പോൾ CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ കടകംപള്ളിയിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ലേ? എന്താണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യാത്തതെന്നൊക്കെ പ്രതിപക്ഷ നേതാക്കൾ പലതവണ വാർത്താ സമ്മേളനങ്ങളിലും താങ്കൾ ഉൾപ്പെടെ പങ്കെടുത്ത ടെലിവിഷൻ ചർച്ചകളിലുമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഉന്നതൻ കടകംപള്ളിയാണോ, അല്ലെങ്കിൽ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ കടകംപള്ളിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതാ കടകംപള്ളി സുരേന്ദ്രനെ മുൻ മന്ത്രിയെ SIT ചോദ്യം ചെയ്തു ശനിയാഴ്ച എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്? ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിന് പല അവസരങ്ങൾ നൽകി. അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ദുരാരോപണങ്ങൾക്ക് മറുപടി നൽകാൻ പല അവസരങ്ങൾ നൽകിയിട്ടും പ്രതിപക്ഷ നേതാവ് അത് ഉപയോഗിച്ചില്ല. കടകംപള്ളി കൊടുത്ത കേസ് പേടിച്ച് പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് പോകുന്ന തന്നെ ഒഴിവാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. പല ദിവസം പോകാൻ അദ്ദേഹം ഭയപ്പെടുന്നു. അല്ല, അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു VD സതീശൻ. അതെ, VD സതീശൻ തെളിവുണ്ടെങ്കിൽ തെളിവ് നിങ്ങൾക്ക് തന്നാൽ പോരെ? കോടതി പോകുന്നതിന് വരെ ആദ്യം മാധ്യമങ്ങൾക്കൊന്നും കൊടുത്തേ. അല്ല, അതിൽ VD സതീശൻ പറഞ്ഞത് ഇത് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു, ഞാൻ അതിന് മറുപടി കൊടുക്കും, കോടതിയിലാണല്ലോ ഇനി നടക്കുന്നത്, കോടതിയിൽ കൊടുക്കാൻ എന്തിനാ എന്നെ വെല്ലുവിളിക്കുന്നത്, അതതിന്റെ നടപടിക്രമം അനുസരിച്ച് നടന്നോളുമല്ലോ എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗം പറയുന്നേ ഉള്ളൂ. അത് പ്രതികരണം അങ്ങനെയായിരുന്നു. VD സതീശന്റെ തേങ്ങ പൊട്ടിക്കാനല്ലേ ഞങ്ങൾ പറയണത്. അദ്ദേഹത്തിന്റെ പക്കല് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് കോടതിയിൽ പോയാൽ പോലെ. മാധ്യമങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യില്ലേ? മാധ്യമങ്ങൾക്ക് ശബരിമലയുടെ കാര്യത്തിൽ നല്ല താല്പര്യമില്ലേ? അപ്പം മാധ്യമങ്ങളെ മറയ്ക്കുന്നതിനാണ്. എന്തെങ്കിലും കാര്യമുണ്ട് ചാനലിലേക്ക് ഓടുന്ന സതീശനെതിനെ ഇപ്പൊ ഒളിച്ചോടുന്നത്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നത് സതീശനെയാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ അദ്ദേഹം ഉന്നയിച്ച ദുരാരോപണം, കളവായ ആരോപണം, അത് കളവാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഒളിച്ചുപോയി. ശ്രീ അനിൽകുമാർ, ഒരു സംശയം, അത് കളവാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, അതിന്റെ ബാക്കി നടപടികൾ ഉണ്ടോ അതോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കളവാണെന്ന് തെളിയുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയോ? ഒന്നാമത് തെളിവ് എന്താണെന്ന് വെച്ചാൽ കോടതിയിൽ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞ ആരോപണം തെളിയിക്കാൻ ആദ്യം ഒരു അവസരം കിട്ടിയിട്ടും പ്രതിപക്ഷ നേതാവാണ് ഒളിച്ചുപോയത്, കടകംപള്ളി സുരേന്ദ്രനല്ല. അപ്പൊ ഇപ്പം നമ്മുടെ മുമ്പിൽ തെളിവ് നൽകാൻ തയ്യാറാകാതെ ഒളിച്ചോടുന്ന സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. അത്രയും തെളിഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട കടകംപള്ളിക്കെതിരായി പ്രചരിപ്പിച്ച ഒരു നുണ എന്ന് വെച്ചാൽ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഒരു നിവേദനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദ്വാരപാല ശില്പങ്ങൾ ഇപ്രകാരം കൊണ്ടുപോകാൻ ഇടയായതെന്നാണ് നിർമ്മിക്കപ്പെട്ട നുണ. ഉണ്ടെങ്കിൽ അങ്ങനത്തെ നിവേദനത്തിന്റെ കോപ്പി ലഭ്യമാകുമായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നേനെ. അപ്പൊ എന്താണ് കാണുന്നത്? ഇത്തരം ആഖ്യാനങ്ങൾ നിർമ്മിക്കപ്പെട്ടതല്ലാതെ അതിലൊന്നും വസ്തുതയുടെ കണികയുണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണം നടത്താനാണ് ഞങ്ങൾ പറയുന്നത്. SIT എല്ലാവരെയും കണ്ടു ചോദിക്കണം. രമേശ് ചെന്നിത്തല അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ കണ്ടു ചോദിച്ചു. അതുപോലെ തന്നെ കടകംപള്ളിക്കെതിരായിട്ടൊരു ആക്ഷേപം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അത് കണ്ടു ചോദിക്കും. അങ്ങനെ കണ്ടു ചോദിക്കാൻ SITക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത SIT നിർവഹിക്കുന്നത് സന്തോഷകരമാണ്, സ്വാഗതാർഹമാണ്. SIT എല്ലാം പരിശോധിക്കാനാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ല ശ്രീ അനിൽകുമാർ, ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ CPMന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ്, മുൻ MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഈ കേസിൽ ജയിലിലാണ്. ജാമ്യം കിട്ടിയിട്ടില്ല. ഇന്നും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല, റിമാൻഡ് നീട്ടി. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് വാസു, അദ്ദേഹം ജയിലിലാണ്, ജാമ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ CPM ഇപ്പോൾ എന്താണ് ഈ CPMന്റെ ദേവസ്വം ബോർഡ്, CPM നേതാക്കൾ, CPM പ്രവർത്തികൾ ഭരിച്ച സമയത്തെ ആളുകളിൽ പലരും ജയിലിലാണ്. ആ സമയത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ പലരും ജയിലിലാണ്. മറ്റ് ചിലർ സംശയ നിഴലിലാണ്. ആ ഒരു കേസിലാണ് മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ ശനിയാഴ്ച ചോദ്യം ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ താങ്കൾ പ്രതികരിക്കുന്നത് അദ്ദേഹത്തെ ആ കേസിൽ നിന്നൊക്കെ ഒഴിവാക്കി കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് SIT കണ്ടെത്തി എന്ന മട്ടിലാണ്. അങ്ങനത്തെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദ്വാരപാല ശില്പങ്ങൾ കോടീശ്വരനെ വിറ്റു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കളവായതുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന കള്ളന്മാര് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. ഗോവർദ്ധൻ ജയിലിൽ കിടക്കുന്നത് എന്തിനാ? ദ്വാരപാല ശില്പങ്ങൾ ഗോവർദ്ധൻ കൊണ്ടുപോയില്ല. കടകംപള്ളി സുരേന്ദ്രൻ കോടീശ്വരനെ വിറ്റു എന്ന് പറയുന്ന ശില്പങ്ങളിലെ സ്വർണം ഊറ്റിയത് വിലയ്ക്ക് വാങ്ങിച്ചത് ആരാണ്? അല്ലെ പണം കൊടുക്കാതെ വാങ്ങിച്ച ആരാണ്? അതാണ് ഗോവർദ്ധൻ, സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഗോവർദ്ധൻ. അതിനർത്ഥം എന്താണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കള്ളം കള്ളമാണ്. ഇത്രയും തെളിഞ്ഞ കാര്യമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയുമായിട്ട് വളരെ അടുപ്പമുണ്ടെന്ന് തോന്നിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് AI ചിത്രങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, കടകംപള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഞാനൊരു കാര്യം വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്,
ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ കാര്യം നടന്നതായിട്ട് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വസ്തുതയില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമ്മുടെ ഇല്ലാത്ത വസ്തുത വെച്ച് വേട്ടയാടാൻ കാര്യമില്ല. SIT എല്ലാ ഭാഗം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ആരോട് ചോദിക്കുന്നതും CPM-നെ സംബന്ധിച്ച് പിന്തുണയാണ്. തുറന്ന അന്വേഷണം ഉണ്ടാകണം. ആരോടും ചോദ്യം ചെയ്യുന്ന ഒഴിവാക്കരുത്. അത് സോണിയാഗാന്ധി ചോദിച്ചാൽ എന്നവിടെ ചെന്നെന്ന് ചോദിക്കാൻ പോയാലും ഞങ്ങൾ തടയത്തില്ല. അല്ല, സോണിയാഗാന്ധിയോട് മാത്രം ചോദിക്കരുത്, ഞങ്ങൾക്ക് നിലപാടില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പൊളിച്ച് കയറ്റിയത് ആരാണ് ചോദിക്കരുത്, ഞങ്ങൾ അങ്ങോട്ട് നിലപാടില്ല. എല്ലാം അന്വേഷിക്കട്ടെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരം അന്വേഷണം നടക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ മുമ്പുള്ള ചോദ്യം എന്താണ്? അങ്ങ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു പത്മകുമാറിന് ജാമ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ മറ്റേ വാസുവിന് ജാമ്യം കിട്ടിയില്ല. ഇവരുടെ ഒരാളുടെയും ജാമ്യാപേക്ഷ CPM കൊടുക്കുകയോ CPM വാദിക്കുകയോ ചെയ്യുന്നില്ല. അവര് വ്യക്തികൾ നിലയ്ക്ക് നിയമ നടപടികളെ അവര് തന്നെ കൈകാര്യം ചെയ്യും. ഞങ്ങൾക്കത് ഭാഗമല്ല. ജാമ്യം കിട്ടിയാലും കിട്ടിയില്ലല്ലോ. ഞങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം എന്താണ്? ഒന്ന്, ഭരണപരമായ വീഴ്ചയാണോ? രണ്ട്, പ്രധാനപ്പെട്ട ചോദ്യം, ഈ മോഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും നേട്ടം ഇവരുണ്ടായിട്ടുണ്ടോ? ഈ വസ്തുതകൾ അന്വേഷണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ മനസ്സിലാകുന്നവര് CPM-നെ വേട്ടയാടാൻ വേണ്ടി പാട്ട് പാടുന്നവരുണ്ടാവാം, കെട്ടുകഥകൾ ചമയ്ക്കുന്നവരുണ്ടാവാം, ആഖ്യാനങ്ങൾ കേൾക്കുന്നുണ്ടാവാം. അത്തരം ഒരു ആഖ്യാനത്തിന് ഞങ്ങൾ തലകുലിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് താന്റെ മറ്റു നിലയ്ക്കാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അന്വേഷണം ഫലപ്രദമായി നടക്കുന്നതിനാണ് സർക്കാർ ഇപ്പൊ താല്പര്യമെടുക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ തർക്കത്തിൽ എന്താണ് VD സതീശൻ തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകാത്തത്, കോടതിയിലെ നൽകൂ എന്ന് പറയുന്നതിന്റെ യുക്തി അത് അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കട്ടെ. സോണിയാഗാന്ധിയെ എന്തിനു കണ്ടു ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘങ്ങളും എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കും അനിൽകുമാർ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കൾ ഒരു മറുപടി നൽകിയിട്ടില്ല. അതും ആ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്ന് നേരത്തെ അതിനൊപ്പം ഉണ്ടായിരുന്ന പലരോടും ചോദിക്കുമ്പോഴും അവർക്കറിയില്ല. ഞങ്ങളെ വിളിച്ചപ്പോൾ പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ വിശദീകരണവും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ തന്നെ നൽകേണ്ടതാണ്. അത് വരും, അതുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.